വെൽക്കം ടു മൈ ചാനൽ. എല്ലാവരും ഞാൻ എൻ്റെ പുതിയൊരു വണ്ടി മേടിച്ച വിശേഷങ്ങളാണ് നിങ്ങളുടെ അടുത്ത് പങ്കുവയ്ക്കുന്നത്. എൻ്റെ പുതിയ B6 എന്നുള്ള വണ്ടിയാണ്. മഹീന്ദ്രയുടെ ഞാൻ ഒരുപാട് സ്വപ്നം കണ്ടു മേടിച്ചിട്ടൊരു വണ്ടിയാണ്. എൻ്റെ അടുത്ത് ഞാൻ MG ഹെക്ടർ എന്ന വണ്ടി വിറ്റിട്ടാണ് B6 എനിക്ക് വന്നത്. ഞാൻ ഈ വണ്ടി മേടിക്കുമ്പോൾ ഒരുപാട് പ്രശ്നങ്ങൾ എനിക്കുണ്ടായിരുന്നു. അതായത് വണ്ടിയുടെ സെയിൽസ് ഞാൻ ആദ്യമേ പറഞ്ഞിരുന്നു. സെയിൽസ് എനിക്ക് വളരെയധികം അത്ര സുഖകരമായിട്ടുള്ള അനുഭവങ്ങളല്ലായിരുന്നു. സെയിൽസ് മുതൽ ടിൽ ഡെലിവറി. എനിക്ക് വണ്ടി ഡെലിവറി കിട്ടിയതിന് ശേഷം ഞാൻ പറഞ്ഞിരുന്നതിന് മുന്നേ എൻ്റെ ഒരു പ്രീ റിക്വസിറ്റ്, അതായത് നമ്മുടെ ചാർജർ പ്രീ റിക്വസിറ്റ് ഞാനതിന് മുന്നേ വീഡിയോ ചെയ്തിരുന്നു. നമ്മൾ വണ്ടി മേടിക്കുമ്പോൾ തന്നെ നമുക്ക് ആ പ്രീ റിക്വസിറ്റ് എന്താണെന്നുള്ള കാര്യം വ്യക്തമായിട്ട് ഡീലേഴ്സ് പറഞ്ഞു തരണം. അപ്പോൾ ഞാൻ അതിൻ്റെ ഫീഡ്ബാക്ക് കൊടുത്തതിന് ശേഷം ഇപ്പോൾ ഡീലേഴ്സ്, അതായത് വണ്ടി നിങ്ങൾ ബുക്ക് ചെയ്യുമ്പോഴേക്കും ചാർജറിൻ്റെ ഒരു പ്രീ റിക്വസിറ്റ് ഉണ്ട്. അതായത് 11.2-ൻ്റെയും 7.x-ൻ്റെയും ചാർജർ വരുന്നുണ്ട്. ഈ 11.2 ചാർജർ വയ്ക്കുമ്പോൾ നമുക്ക് നമ്മുടെ വീട്ടിൽ അതിൻ്റേതായിട്ടുള്ള ലോഡ് കണക്റ്റിംഗ് ലോഡ് കൃത്യമായിട്ട് ചെക്ക് ചെയ്യണം. അല്ലാന്നുണ്ടെങ്കിൽ നമുക്കത് ബുദ്ധിമുട്ടായി തീരും. ഇപ്പം സാധാരണ എല്ലാ വീട്ടിലും 3 ഫേസ് ആണെങ്കിലും 10 kW താഴെ ആയിരിക്കും കൊണ്ടുവരിക. അത് നമുക്ക് 10+ നമ്മളുടെ ഈ 11.2, അപ്പോൾ ഏകദേശം 21 kW. ഞാൻ എല്ലാവരോടും സജസ്റ്റ് ചെയ്യുക 20 kW പോകായിരിക്കും ബെറ്റർ. നമ്മളുടെ കണക്റ്റിംഗ് ലോഡ് കുറച്ച് 20 ലോഡിന് താഴെ പോവുക. എന്നിട്ട് ആ ലോഡ് അതായത് KCBക്കും അത്ര ലോഡ് നമ്മൾ കൊടുക്കാനും പാടുള്ളൂ. അപ്പോൾ 20 kW നമ്മൾ എടുക്കണമെന്നുണ്ടെങ്കിൽ 20 kW അത്ര എടുക്കാനും പാടുള്ളൂ. അപ്പോൾ ആ സമയത്തൊന്നും മറ്റുള്ള കാര്യങ്ങൾ യൂസ് ചെയ്യാതെ ചാർജറിന് വേണ്ടി മാത്രമായിട്ട് മാറ്റിയിരിക്കുമ്പോൾ നമുക്കതും സേവ് ചെയ്യാൻ പറ്റും. ഇതിന് നമുക്ക് ഏകദേശം ഒരു 30,000 to 40,000 എക്സ്പെൻസ് വരുന്നുണ്ട് കേട്ടോ. നമുക്ക് അതായത് നമ്മളുടെ അവിടെ ഇലക്ട്രിസിറ്റി ഡിപ്പാർട്ട്മെൻറ്റുമായിട്ട് ഒരു 16,500 രൂപ, 10 kW മുതൽ 25 kW വരെ 16,500 രൂപ അടയ്ക്കും വേണം. ഇനി ഞാൻ എൻ്റെ ഇഷ്യൂസിലേക്ക് വരാം. അതായത് എനിക്ക് വണ്ടി ഡെലിവറി ചെയ്തു. ആ വണ്ടി ഡെലിവറി ചെയ്യുമ്പോൾ അതിൻ്റെ ബാക്ക് സൈഡിൽ പെയിൻറ്റ് പോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ ഡെലിവറി എടുക്കുമ്പോൾ നമുക്ക് എത്രയും പെട്ടെന്ന് വണ്ടി കയ്യിൽ കിട്ടുക എന്നുള്ള ആ ഒരു ഇത് മാത്രമേ ഉണ്ടാവുള്ളൂ. അപ്പോൾ ഞാനും അതേപോലെ മറ്റുള്ളവരെ പോലെ വണ്ടിയെ കുറിച്ച് ഒരുപാട് ഇൻസ്പെക്ഷൻ ചെയ്യാതെ ഒരു എക്സൈറ്റ്മെൻറ്റിൽ വണ്ടി എടുത്തു, വണ്ടി കൊണ്ടുവന്നു. അപ്പോഴൊന്നും ചെക്ക് ചെയ്തില്ല. പിറ്റേ ദിവസം കൊണ്ടുപോയി നമ്മൾ വാഹന പൂജയും കാര്യങ്ങളൊക്കെ ചെയ്തു. അത് കഴിഞ്ഞ് വന്ന് അപ്പോഴും ഞാൻ വണ്ടിയെക്കുറിച്ച് കൂടുതലായിട്ട് ശ്രദ്ധിച്ചൊന്നുമില്ല. നമ്മളതിൻ്റെ കുറച്ച് ടെക്നോളജി കാര്യങ്ങളെല്ലാം നമുക്ക് ടെക്നോളജി അതിൽ പെട്ടെന്ന് മനസ്സിലാവില്ല. കുറച്ച് ടെക്നോളജി കാര്യങ്ങളെല്ലാം പറഞ്ഞ് അതിൻ്റെ എല്ലാം വീഡിയോ എടുത്തിട്ടാണ് ഞാൻ പോകുന്നുണ്ടായിരുന്നത്. നല്ല കാലത്തിൽ ഞാൻ വണ്ടിയുടെ ഒരുപാട് ഫോട്ടോസ് എടുത്തിട്ടുണ്ടായിരുന്നു. അതിനുശേഷം ഞാൻ എൻ്റെ ചാർജർ ഇൻസ്റ്റാൾ ചെയ്തു. 2 ദിവസം കൊണ്ട് ചാർജർ ഇൻസ്റ്റാൾ ചെയ്തിട്ട് ആ ചാർജർ കുത്തുമ്പോൾ അതിൻ്റെ അടുത്തായിട്ട് ഒരു ഡിസ്പ്ലേ ഉണ്ട്, എത്രത്തോണ്ട് ചാർജ് ആയെന്നുള്ള ഡിസ്പ്ലേ. ആ ഡിസ്പ്ലേ വർക്ക് ചെയ്ത് തരുന്നില്ല. എന്നിട്ട് അപ്പോൾ അവർ ചാർജർ ഇൻസ്റ്റലേഷൻ ടീം പറഞ്ഞു ഇത് ഞങ്ങളുടെ ഇൻസ്റ്റലേഷൻ ഇഷ്യൂ അല്ല, ഇത് നിങ്ങൾ ഷോറൂമിൽ കാണിക്കും. അതിനുശേഷം ഷോറൂമിൽ വിളിച്ചു പറഞ്ഞു നിങ്ങൾ പിറ്റേ ദിവസം കൊണ്ടുവരും, 1-2 മണിക്കൂർ നേരത്തെ പണി ഉണ്ടാവുള്ളൂ. അപ്പോൾ അവിടെ എനിക്കൊരു കാര്യം മനസ്സിലായത് എന്താ വെച്ച് കഴിഞ്ഞാൽ, മഹീന്ദ്രയുടെ QC, അതായത് ചാർജ് ചെയ്യുമ്പോൾ, കാരണം അന്നത്തെ ഫുള്ള്, അതായത് എനിക്ക് വണ്ടി ഡെലിവറി ചെയ്യുമ്പോൾ ഫുൾ ചാർജ് ചെയ്ത് തന്നാണ്. അപ്പോൾ അവരവിടെ ചെക്ക് ചെയ്തിട്ടില്ല, ഡെലിവറി ടീം ഇത് ചെക്ക് ചെയ്തിട്ടില്ല. കാരണം ആ ചാർജർ അവരവിടെ ചാർജർ ഇൻസ്റ്റാൾ ചെയ്തിട്ടുണ്ട്, അവരത് കണക്ട് ചെയ്തു, എനിക്ക് ഫുൾ ചാർജ് ചെയ്തിട്ടാണ് വണ്ടി തന്നാണ്. ആ സമയത്ത് അവർ ചെക്ക് ചെയ്തിട്ടില്ല. അപ്പോൾ ഇത് മഹീന്ദ്രയുടെ QC, അതായത് QC മുതൽ ഈവൻ ഫാക്ടറി QC മുതൽ ഇതുവരെയ്ക്കും ഇത് സംഭവിച്ചിട്ടുണ്ട്. പെട്ടെന്നൊരു സുപ്രഭാതത്തിൽ സംഭവിച്ച സംഭവമല്ല അത് ഉറപ്പാണ്. അതിനുശേഷം ഞാനവിടെ കൊണ്ടുപോയി മഹീന്ദ്രയുടെ ഇറാം മോട്ടേഴ്സിൽ കൊണ്ടുപോയി. അവർ 4 മണിക്കൂർ, കാലത്ത് 9:30 അവിടെ എത്തി. 1 മണി വരെ അവരൊന്നും ചെയ്യാൻ പറ്റിയില്ല. പറഞ്ഞു ഞങ്ങൾക്ക് 2 ദിവസം വേണമെന്ന് പറഞ്ഞു. അതിനുശേഷം ഞാൻ വണ്ടി തിരിച്ചു കൊണ്ടുവന്നു. അപ്പോൾ അവിടെ നിന്ന് ഫുൾ ചാർജ് ചെയ്യാനും യാതൊരു പ്രശ്നമില്ല. ചാർജ് ആവുന്നുണ്ട്, നമ്മുടെ മൊബൈൽ ചാർജ് കാണിക്കുന്നുണ്ട്, ചാർജിങ് കാണിക്കുന്നുണ്ട്. പക്ഷേ ഈ ചാർജർ ഈ ഗണ്ണ് കണക്ട് ചെയ്യുന്നതിൻ്റെ തൊട്ടടുത്തൊരു ഡിസ്പ്ലേ ഉണ്ട്. അതിങ്ങനെ മുകളിലേക്കും താഴത്തും വന്നുകൊണ്ടിരിക്കുക. അത് എത്രത്തോണ്ട് പെർസെൻറ്റേജ് ഉണ്ടെന്നൊക്കെ കാണിക്കാൻ വേണ്ടിയിട്ടായിരുന്നു. അപ്പോൾ അത് വർക്ക് ചെയ്തിരുന്നില്ല. പിന്നീട് ഞാനിത് ഇവരുടെ സെയിൽസ് ടീം അവർ ഹെഡിനെ അറിയിച്ചു. അദ്ദേഹം പറഞ്ഞു ഞാൻ നോക്കട്ടെ, ചെയ്യാം, അങ്ങനെയൊക്കെ പറഞ്ഞു. അതിനുശേഷം യാതൊന്നും, അതായത് ഞാൻ ഇത്രയൊക്കെ കംപ്ലയിൻറ്റ് ചെയ്തിട്ട് പോലും ഞാൻ ആനന്ദ് മഹീന്ദ്രയ്ക്ക് വരെ ഈ ഇഷ്യൂ അവിടെ എത്തിച്ചു. പക്ഷെ അവർക്ക്, അതായത് അദ്ദേഹത്തിൻ്റെ മെയിൽ ID പോലും ഞാൻ അയച്ചു. പക്ഷേ യാതൊരു റെസ്പോൺസ് ഉണ്ടായിരുന്നില്ല. അപ്പോൾ ഇത് വളരെയധികം എന്നെ വേദനിപ്പിച്ചു. നമുക്കറിയാം 32 ലക്ഷം രൂപ നമ്മൾ കൊടുത്ത് നമ്മുടെ വണ്ടിയിൽ ആദ്യത്തെ അങ്ങനെ ഒരു കംപ്ലയിൻറ്റ് കാണുമ്പോൾ. അതിനുശേഷം ഞാൻ വീണ്ടും ഒരു ദിവസം അവർ വന്ന് വണ്ടി പിക്കപ്പ് ചെയ്തു കൊണ്ടുപോയി.
വണ്ടിക്ക് അന്ന് കാലത്ത് തൊട്ട് അവർ R&D ചെയ്തു, അവർ പുറമേയുള്ള ടീമായിട്ട് കണക്ട് ചെയ്തു, എനിക്കാണ് അവരെ ഫാക്ടറി ടീമായിട്ട് കണക്ട് ചെയ്തു. പക്ഷേ ഒരു വൈകുന്നേരം വരയ്ക്ക് അവർക്ക് ഒന്നും കണ്ടുപിടിക്കാൻ പറ്റില്ല. പിന്നീട് പറഞ്ഞു അതിൻ്റെ ഫ്യൂസ് പോയതാണ്, ഒരു പാർട്ട് കംപ്ലീറ്റ് ഞങ്ങൾ മാറ്റേണ്ടതെന്ന്. പറഞ്ഞു നാളേക്ക് ഡെലിവറി ചെയ്ത് പറ്റില്ല. പിന്നീട് ഞാൻ വീണ്ടും എസ്കലേഷൻ ചെയ്തപ്പോൾ പിറ്റേ ദിവസം ഡെലിവറി തരാമെന്ന് പറഞ്ഞ് പിറ്റേ ദിവസം കാലത്ത് പാർട്ട് അറേഞ്ച് ചെയ്തു. വൈകുന്നേരം ആകുമ്പോഴേക്കും എല്ലാം കഴിഞ്ഞ് അപ്പോൾ ആലോചിക്കണം, ഏകദേശം മേടിച്ച് 3 ദിവസത്തോളം വണ്ടി അവരുടെ ഷോറൂം തന്നെയാണ്. പിന്നെ വൈകുന്നേരം ആകുമ്പോഴേക്കും ആ പാട്ട് മാറി വണ്ടി കിട്ടി, ഞാൻ അവരിവിടെ ഡെലിവറി ചെയ്തു. ഇറാം മോട്ടോഴ്സ് അവരുടെ സർവീസ് വളരെയധികം രസമായിരുന്നു കേട്ടോ. അവർ എനിക്ക് കൃത്യമായിട്ട് വണ്ടി ഇവിടുന്ന് പിക്കപ്പ് ചെയ്യും. ഏകദേശം ഒരു 20 കിലോമീറ്റർ 25 കിലോമീറ്റർ ദൂരെ നിന്ന് അവർ വണ്ടി പിക്കപ്പ് ചെയ്തു, ഡെലിവറി ചെയ്തു. അത് കഴിഞ്ഞ് ഞാൻ വണ്ടി നാനോ ഡയമണ്ട് കോട്ടിങ്ങിന് കൊണ്ടുപോയപ്പോൾ അവിടെ ചെന്ന ഒരു വാഷ് ചെയ്തതിന് ശേഷം കണ്ടത് എന്താ വെച്ച് കഴിഞ്ഞാൽ ഇവരുടെ പെയിൻറ്റ് ക്വാളിറ്റി, ടു ബി വെരി ഫ്രാങ്ക്ലി പെയിൻറ്റ് ക്വാളിറ്റി വളരെ മോശമാണ്. അതിൻ്റെ പെയിൻറ്റിൻ്റെ ബിൽഡ് ക്വാളിറ്റി വളരെയധികം മോശമാണ്. നമുക്കറിയാം, അതായത് പല സ്ഥലങ്ങളിലും ഫൈബറിൻ്റെ മെറ്റീരിയൽ യൂസ് ചെയ്ത് ആ ഭാഗത്തൊക്കെ ഫിനിഷിങ് കുറവാണ്. എൻ്റെ കാറിൽ കണ്ടത് എന്താ വെച്ച് കഴിഞ്ഞാൽ ഡിക്കിയുടെ ഭാഗത്ത് ഇവൻ തുരുമ്പ് വന്നു. അവിടുന്ന് അവർ പറഞ്ഞു ഞങ്ങളിത് കാർ ഡീറ്റെയിലിംഗ് ഇപ്പോൾ ചെയ്യുന്നില്ല, കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ ഇതിൻ്റെ അതേപോലെ എന്തെങ്കിലും ഡോറിൻ്റെ അവിടുന്ന് പെയിൻറ്റിങ്ങിന് നമ്മൾ നഖത്തോണ്ട് അല്ലെങ്കിൽ വെറുതെ ഒന്ന് ചെറുതായിട്ടും ചിരണ്ടിയാൽ മതി പെയിൻറ്റ് ഊരി പോരുന്നു, പെയിൻറ്റ് പൊടിയായിട്ട് പോരുന്നു. അപ്പോൾ ഞാൻ അവരുടെ വീണ്ടും സെയിൽസിൻ്റെ ടീമിനെ അറിയിച്ചു, സർവീസ് ടീമിന്. അപ്പോൾ അവർ പറഞ്ഞു അത് അപ്പോൾ എനിക്കൊരു സംശയം, ഇത് പെയിൻറ്റ് രണ്ടാമത് റീപെയിൻറ്റ് ചെയ്തതാണോ? അപ്പോൾ അവർ സെയിൽസ് ടീം പറഞ്ഞല്ല. അതിനുശേഷം ഞാൻ ഈ നമ്പർ ഓഫ് ഈ കംപ്ലയിൻറ്റ്സ് ഞാൻ ആനന്ദ് മഹീന്ദ്ര മുതൽ അദ്ദേഹത്തിൻ്റെ മെയിൽ ഐഡിയിലേക്ക് അയച്ചു, ഇവർ പല ഡിപ്പാർട്ട്മെൻറ്റിൽ അയച്ചു. അവിടെ നിന്ന് ഒരാൾ കോൺടാക്ട് ചെയ്തു, ഞാൻ എല്ലാ ഡീറ്റെയിൽസും പറഞ്ഞു. സെയിൽസ് മുതലേ എനിക്കുണ്ടായ അനുഭവങ്ങൾ, സെയിൽസ് വളരെയധികം ബുദ്ധിമുട്ടായിരുന്നു ഇവരെ സെയിൽസ്, കാരണം ഇതൊരു മോണോപ്പൊളി മാതിരിയായിരുന്നു. പിന്നെ രണ്ടാമതായിട്ട് ഈ ഒരു സംഭവത്തിന് സെയിൽസിന് മാത്രമല്ല, അതായത് ഈ ഇറാം മോട്ടേഴ്സ് ആയാലും അവരുടെ മഹീന്ദ്രയുടെ എല്ലാ വണ്ടികളും ഈ പ്രീമിയം വണ്ടികളും എല്ലാം ഒരുമിച്ചാണ്. അതിൻ്റെ പ്രത്യേക ഷോറൂമുകളോ കാര്യമൊന്നുമില്ല. ഇതൊരു പ്രീമിയം സെഗ്മെൻറ്റ് വണ്ടിയാണ്. അപ്പോൾ ആ രീതിയിൽ അവർ പറഞ്ഞു ആയി വരണേ ഉള്ളൂ. പക്ഷേ 6 മാസം സമയം ഉണ്ടായിരുന്നു, എന്നിട്ട് പോലും ഒന്നും ചെയ്തിട്ടില്ല, ഞങ്ങൾ ചെയ്തു വരുന്നുള്ളൂ എന്നൊക്കെ പറഞ്ഞു. സെയിൽസ് വളരെയധികം ടഫായിരുന്നു, ആൻഡ് ഇറ്റ് ഇസ് വെരി ഡിഫിക്കൽട്ട്. കാരണം പലവട്ടം അവർ പ്രൈസിങ് മാറ്റി, പല ചേഞ്ചുകളും, അത് നമ്മളെ വളരെയധികം വേദനിപ്പിക്കുന്ന പല സംഭവങ്ങളും അവിടെ ഉണ്ടായി. അതിനുശേഷമാണ് ഇപ്പോൾ ഈ സംഭവം ഉണ്ടായി, വണ്ടിയുടെ ചാർജറിൻ്റെ ഒരു ഇഷ്യൂ. അതേപോലെ തന്നെ വേറെ വലിയൊരു ഇഷ്യൂ ആയിരുന്നു വണ്ടിക്ക് ഇങ്ങനെ പെയിൻ്റ് അടർന്നു പോകുന്നത്. അപ്പോൾ ഞാൻ അവരുടെ അടുത്ത് പറഞ്ഞു പെയിൻ ക്വാളിറ്റി, എന്നിട്ട് അവരായിട്ട് സംസാരിച്ചു. അപ്പോൾ വണ്ടി കൊണ്ടുവരുമോ എന്ന് പറഞ്ഞു. ഒരുപാട് വണ്ടി കൊണ്ടുപോയി കൊടുത്തു. അപ്പോൾ അവർ പറഞ്ഞു അത് നിങ്ങളുടെ കയ്യിൽ നിന്ന് പറ്റിയതാണ്. നല്ല കാലത്തിന് 18 ജൂലൈ ഞാൻ ഈ വണ്ടിയുടെ എനിക്ക് ഡെലിവറി 2:58 ഡെലിവറി എടുത്ത സമയത്ത് ഫോട്ടോസ് ഉണ്ടായിരുന്നു. ആ ഫോട്ടോസ് വ്യക്തമായിട്ട് ആ പെയിൻറ്റ് പോയ ഭാഗം കണ്ടിരുന്നു. അപ്പോൾ ലക്കിലി ആ എസ്കേപ്പ്, കാരണം ഇറാം മോട്ടേഴ്സും ആദ്യം പറഞ്ഞു ഇത് നിങ്ങളുടെ ഇത് പറ്റിയതാണ്, ഞങ്ങളുടെ ഇവിടെ യാതൊരു കുഴപ്പമില്ല. ലക്കിലി ആ ഫോട്ടോ കാണിച്ചു കൊടുത്തു. 2:58 18 ജൂലൈ ഞാൻ ഡെലിവറി എടുത്ത് 2:58 ആ ഫോട്ടോയിൽ കൃത്യമായിട്ട് അവിടെ ആ പെയിൻറ്റിൻ്റെ പോയ ഭാഗവും അതേപോലെ അവിടെ തുരുമ്പ് പിടിച്ച ഭാഗം കാണാമായിരുന്നു. ജസ്റ്റ് ഇമാജിൻ, ഇങ്ങനെ ഒരു വണ്ടി തുരുമ്പൊക്കെ വരിക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് പെയിൻ ക്വാളിറ്റിൻ്റെ. അതേപോലെ ഡോറിൻ്റെ അവിടെ നിന്ന് ഒന്ന് ചെറുതായി ഇതായി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഒന്ന് ആക്കി കഴിഞ്ഞാൽ ഞാൻ അറിയാതെ നമ്മൾ ആക്കിയതല്ല, കണ്ടപ്പോൾ ഒന്ന് കൈ കൊണ്ട് ഒന്ന് ഇതാക്കിയപ്പോൾ കംപ്ലീറ്റ് പെയിൻറ്റ് വരുന്നു. അപ്പോൾ പറഞ്ഞു സീലൻറ്റ് വെച്ചിട്ടുള്ള ആ സീലൻറ്റിൻ്റെ അവിടെ നിന്നുള്ള മുകളിൽ പെയിൻറ്റ് അടർന്ന് പോരുക, അങ്ങനെയുള്ള ഒരുപാട് നമ്പർ ഓഫ് റീസൺസ്. അവസാനം ഞാൻ ആ ഭാഗം പെയിൻറ്റ് ചെയ്ത് കിട്ടും. പക്ഷേ ആ പെയിൻറ്റ് ചെയ്ത് കഴിഞ്ഞ് വീണ്ടും ഞാൻ കാർ ഡീറ്റെയിലിംഗ് വീട്ടിൽ കൊണ്ടുവന്ന് ഒരു ഡെലിവറി ചെയ്തു. അതൊക്കെ വളരെ, അതായത് വീട്ടിൽ നിന്ന് പിക്കപ്പ് ചെയ്യുന്നു, പെയിൻറ്റ് ചെയ്ത ശേഷം വാഷ് ചെയ്ത് എനിക്ക് വീട്ടിൽ കൊണ്ടുവന്നു, ചാർജ് ചെയ്ത് കൊണ്ടുവരുന്നു. അങ്ങനെയുള്ള സർവീസൊക്കെ വളരെയധികം നല്ലതായിരുന്നു കേട്ടോ, അല്ലാന്ന് പറയില്ല. അതൊക്കെ നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു. പക്ഷേ വീണ്ടും ഞാൻ നോക്കിയപ്പോൾ പെയിൻറ്റിൻ്റെ ക്ലിയർ മുഴുവൻ വണ്ടിയിൽ. പിന്നെ ഞാൻ മഹീന്ദ്രയുടെ അടുത്ത് വീണ്ടും അവരുടെ അടുത്ത് ഞാൻ കംപ്ലയിൻറ്റ് ചെയ്തു. അപ്പോൾ വീണ്ടും വണ്ടി കൊണ്ടുവരും. അപ്പോൾ ഏകദേശം വണ്ടി മേടിച്ച് ഒരു 6-7 ദിവസം വണ്ടി ഇവരുടെ വർക്ക്ഷോപ്പിൽ തന്നെയായിരുന്നു. അപ്പോൾ അത്തരത്തിൽ വളരെയധികം മോശമായിട്ടുള്ള കുറച്ച് അനുഭവങ്ങളും എനിക്ക് ഉണ്ടായിരുന്നു. പക്ഷേ വണ്ടിയെക്കുറിച്ച് പറയുകയാണെങ്കിൽ ദ ബെസ്റ്റ്, ദെയർ ഇസ് നോ ഡൗട്ട്. ഒരുപാട് ടെക്നോളജീസ് ഉണ്ട്. ഈ ടെക്നോളജി എന്ന് പറയുന്നത് പല ടെക്നോളജികളും ഫാൻസി ടെക്നോളജികളാണ് കേട്ടോ. റിയലായിട്ട് നമുക്ക് അത്ര വലിയ യൂസ് ഒന്നുമില്ല. അപ്പോൾ ഇതിൽ ഗ്രൂമി എന്നുള്ള ഫംഗ്ഷനും പല ഫംഗ്ഷൻസും. അതിൽ ഏറ്റവും എനിക്ക് ഇഷ്ടപ്പെട്ട ഒരു ഫംഗ്ഷൻ എന്ന് പറയുന്നത് 100% ഈ വണ്ടിയുടെ ഉണ്ടായിട്ടുള്ള ഓട്ടോ പാർക്കിങ്.
ആ ഫെസിലിറ്റി എനിക്ക് വളരെയധികം ഇഷ്ടപ്പെട്ടു. ബാക്കി മറ്റുള്ളതെല്ലാം ഒരുപാട് അങ്ങനെ നമുക്ക് വോയിസ് അസിസ്റ്റൻസ് നമുക്ക് അലക്സനെ ഡിപ്പെൻഡ് ചെയ്യേണ്ടി വരുന്നു. സ്വന്തമായിട്ട് മഹീന്ദ്ര വോയിസ് റെക്കഗ്നിഷൻ ഒന്നും ഡെവലപ്പ് ചെയ്തെടുത്തിട്ടില്ല. ഒരു അലക്സ എന്നുള്ള ആ ഒരു പ്രോസസ്സിലേക്ക് പോകാനുണ്ടായത്. അപ്പോൾ ഇതാണ് വണ്ടിയെക്കുറിച്ച് ഒരുപാട് ബുദ്ധിമുട്ടുള്ള അനുഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട്. ഞാൻ ആനന്ദ് മഹീന്ദ്ര ഒരിക്കൽ പോലും അദ്ദേഹത്തിന് ഇത്രയും മെയിൽ ഇട്ടിട്ട് പോലും അദ്ദേഹം എൻ്റെ ആദ്യത്തെ ഒരു വിശ്വാസം അദ്ദേഹം കസ്റ്റമറിനെ, അതായത് എനിക്കൊരു സ്കോർപ്പിയോ ഉണ്ടായിരുന്ന ആ സമയത്തൊക്കെ സ്കോർപ്പിയോ ലോഞ്ച് ചെയ്ത സമയത്ത് ഞാൻ എടുത്തിട്ടുള്ളതാണ്. അന്നൊക്കെ എനിക്ക് ഗംഭീരമായിട്ടുള്ള സപ്പോർട്ട് തന്നിരുന്നു. അവരുടെ കസ്റ്റമർ കെയർ ആയാലും വിളിക്കും. ഇന്നേ വരെ കസ്റ്റമർ കെയർ വിളിക്കുക ഒരു ഫീഡ്ബാക്ക് എടുത്തിട്ടില്ല. വണ്ടി ഞാൻ മേടിച്ച എത്ര ദിവസം കഴിഞ്ഞിട്ട് ഇന്നേ വരെ കസ്റ്റമർ കെയർ വിളിച്ച് ഫീഡ്ബാക്ക് എടുത്തിട്ടില്ല. അപ്പോൾ അതൊരു മോണോപ്പൊളി എന്നുള്ളൊരു സെഗ്മെൻ്റായിട്ട് മാറിക്കഴിഞ്ഞു. അതേപോലെ ഞാൻ എൻ്റെ ഈ ഇത്രയും, അതായത് നമ്മൾ 32 ലക്ഷം റുപ്യ കൊടുത്ത് വണ്ടി മേടിക്കും, ഇത്തരത്തിലുള്ള അനുഭവങ്ങൾ ഉണ്ടാകുമ്പോൾ അതിനെക്കുറിച്ച് പഠിക്കാനോ ഇതിനൊന്നും മഹീന്ദ്ര മുതിർന്നിട്ടില്ല. ഞാനതിന് ഡീറ്റെയിൽ ആയിട്ട് എൻ്റെ ഫീഡ്ബാക്കും കണ്ടിന്യൂസ് ഇമ്പ്രൂവ്മെൻറ്റിന് വേണ്ടിയിട്ട് ഞാൻ എഴുതിയിരുന്നു. പക്ഷേ വളരെയധികം നെഗറ്റീവായിട്ടുള്ള റെസ്പോൺസ് ആയിരുന്നു. ഇത്രയൊക്കെ ഇഷ്യൂസ് ഉണ്ടായിട്ടും, അതായത് ഒരു കസ്റ്റമറിന് ഇത്ര ഇഷ്യൂസ് ഉണ്ടായിട്ടുണ്ട് എന്നുള്ളത് അവരൊരു ഭാഗത്തുനിന്ന് ഒരാൾ വിളിച്ച് ഇപ്പോൾ വണ്ടി എങ്ങനെയുണ്ട്, വണ്ടി എന്തായി, യാതൊന്നുമില്ല. സോ ഐ ആം ടോട്ടലി ഡിസപ്പോയിൻറ്റഡ്. ഞാൻ മറ്റുള്ള എടുക്കാൻ പോകുന്നവരെ ഒരു നിരുത്സാഹപ്പെടുത്തില്ല. ബട്ട് ഐ ആം നോട്ട് ഹാപ്പി വിത്ത് ദിസ് ദ ഓവറോൾ എക്സ്പീരിയൻസ് ഇൻ മഹീന്ദ്ര. എനിക്ക് ഒരുപാട് ദുരന്താനുഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട് മഹീന്ദ്രയിൽ നിന്ന്. ഇനിയും അവർ ഒരു ഇമ്പ്രൂവ്മെൻറ്റും ഉണ്ടായിട്ടില്ല. ഇതേവരെ വിളിച്ചിട്ടില്ല. ഇത്രയൊക്കെ ഞാൻ ആനന്ദ് മഹീന്ദ്രയ്ക്ക് അദ്ദേഹത്തിൻ്റെ മെയിൽ ഐ ഡിയിൽ വരെ പോലും പോസ്റ്റ് ചെയ്തിട്ട് പോലും ഒരു റിപ്ലൈ ഇല്ല. അപ്പോൾ ഇത്രയുമല്ല, അദ്ദേഹത്തെക്കുറിച്ച് നമുക്ക് ഒരുപാട് റെസ്പെക്റ്റും എക്സ്പെക്റ്റേഷനും ഉള്ള ഒരു വ്യക്തിയാണ്. കാരണം നമുക്കറിയാം അദ്ദേഹം പലപ്പോഴും കസ്റ്റമറോ അല്ലാന്നുണ്ടെങ്കിൽ അദ്ദേഹത്തിൻ്റെ ആരെങ്കിലും പോസ്റ്റിനൊക്കെ റെസ്പോണ്ട് ചെയ്യുന്നൊരു വ്യക്തി കൂടിയായിരുന്നു. പക്ഷേ ഞാൻ അദ്ദേഹത്തിന് മെയിൽ അയച്ചിട്ട് പോലും വേണ്ടത്ര കാര്യങ്ങൾ സീരിയസ് ആയിട്ട് എടുക്കുകയൊന്നും ഉണ്ടായിട്ടില്ല. പിന്നെ ഇറാ മോട്ടേഴ്സിനെ കുറിച്ച് പറയുകയാണെന്നുണ്ടെങ്കിൽ ഞാൻ പറഞ്ഞ സെയിൽസ് വളരെ മോശമായിരുന്നു. പക്ഷേ സർവീസ് വളരെയധികം വ്യത്യാസമുണ്ട്. അറ്റ്ലീസ്റ്റ് അവിടെയുള്ള സർവീസ് കോർഡിനേറ്റ് ചെയ്യുന്ന ആൾക്കാർ അവർ വളരെ എക്സലൻ്റ് ആണ്. അവർ യാതൊരു സംശയമില്ല. പക്ഷേ സെയിൽസും അതുപോലെ ഉള്ളിലുള്ള സർവീസിൻ്റെ ടീമും, ഞാൻ പെയിൻറ്റിങ്ങിൻ്റെ അദ്ദേഹത്തിൻ്റെ അടുത്ത് പോയപ്പോൾ പറഞ്ഞത് നിങ്ങളെ നിന്ന് പറ്റിയതാണ്, നല്ല കാലത്തിൻ്റെ അടുത്ത് ഫോട്ടോസ്. അപ്പോൾ നമ്മളെപ്പോഴും വണ്ടി ഡെലിവറി എടുക്കുമ്പോൾ നമ്മൾ ഡെലിവറി കിട്ടാൻ വേണ്ടിയിട്ട് നമ്മൾ കാത്തിരിക്കും. പിന്നെ എങ്ങനെയെങ്കിലും വണ്ടി എടുത്ത് വീട്ടിൽ പോവുക എന്നുള്ളൊരു, അല്ലെങ്കിൽ ഒന്ന് ഡ്രൈവ് ചെയ്യുക എന്നുള്ള ആ ഒരു കാര്യം എപ്പോഴും സൈഡിൽ വെച്ചുകൊണ്ട് വണ്ടിയെ ഡീറ്റെയിൽ ആയിട്ട് ഇൻസ്പെക്ട് ചെയ്ത് അതിൻ്റെ ഫോട്ടോസ് എടുത്ത് നമ്മുടെ കയ്യിൽ വെച്ചില്ല എന്നുണ്ടെങ്കിൽ ഇങ്ങനെയുള്ള പല അനുഭവങ്ങളുണ്ടാവും. എന്തായാലും എൻ്റെ വീഡിയോ വായിച്ചതിന് താങ്ക് യു സോ മച്ച്. ഇതിൻ്റെ ടെക്നിക്കൽ ഡീറ്റെയിൽ ആയിട്ടുള്ള ഫങ്ഷൻസ് ഞാൻ പിന്നീട് എൻ്റെ അടുത്ത വീഡിയോയിൽ വരുന്നതായിരിക്കും. താങ്ക് യു സോ മച്ച്. ഓണായിക്കണം കേട്ടോ. അൺലോക്ക് ചെയ്തു ഞാൻ വണ്ടി. ഇത് നമ്മൾ വണ്ടി ഓണാക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ അതിൻ്റെ ഒരു പ്രൊജക്ടർ ലാമ്പാണ്. ഇത് വളരെയധികം ഇതൊരു രസമായിട്ടുള്ള അനുഭവമാണ്. ഇതിൻ്റെ ഒരു വലിയൊരു സൊഫിസ്റ്റിക്കേറ്റ് ആയിട്ടുള്ള ഒരു ഇതാണ്. അതായത് നമ്മുടെ ഡോർ തുറന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ സീറ്റ് ഫുള്ള് ഇങ്ങോട്ട് പോവും, ബാക്കിലോട്ട് പോയിക്കൊണ്ടിരിക്കും. അതെന്താ വെച്ച് കഴിഞ്ഞാൽ നമുക്കിത് കയറാൻ, അതായത് ഇതിൽ വണ്ടിയുടെ ഉള്ളിൽ കയറാൻ ഭയങ്കര കുറച്ച് ഒന്ന് തല കുമ്പിടണം കേട്ടോ. ഇത് നമ്മളിത് ഡോർ അടച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ വീണ്ടും സീറ്റ് മുന്നോട്ട് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കും. നമ്മൾ എന്താണ് സെറ്റ് ചെയ്ത് വെച്ചാൽ ലാസ്റ്റ് എന്താ സെറ്റ് ചെയ്ത് വെച്ചാൽ അതിലേക്ക് എത്തുന്നത്. ഇതാണ് ഇതിൻ്റെ ഉൾഭാഗം. ഞാനിപ്പോൾ ഏകദേശം ഒരു 498 കിലോമീറ്റർ ഓടിയിട്ടുള്ളതാണ്. ഇനി ഇതിൻ്റെ ഫങ്ഷൻസുകളാണ്. ഇതിൽ നമുക്ക് ഡിഫോൾട്ട് ഡ്രൈവ് മോഡ് ഉണ്ട്. മൈ വെഹിക്കിൾ എന്നുള്ള ഓപ്ഷനാണത്. ഇതിൽ എക്സ്റ്റീരിയർ, ഇൻറ്റീരിയർ, ഡ്രൈവ് മോഡ്സ്, നമുക്ക് വേരിയസ് ഡ്രൈവ് മോഡ്സ് സെലക്ട് ചെയ്യാം. ഡിഫോൾട്ട്, സ്ട്രീറ്റ്, റേഞ്ച്, എവറി ഡേ, പിന്നെ റേസ്, അങ്ങനെയുള്ള പല മോഡുകളുണ്ട്. നമുക്ക് തിരിച്ചു പോകാനായിട്ട് ഹോമിൽ പ്രസ് ചെയ്താൽ മതി. മെനു കിട്ടാൻ ഇങ്ങനെ അതിൻ്റെ ആ ഒരു ക്ലിക്ക് ചെയ്ത് മെനു കിട്ടും. വെഹിക്കിൾ ആപ്സ്,
വെഹിക്കിൾ ആപ്സിൽ പോയി കഴിഞ്ഞാൽ നമുക്ക് വേരിയസ് ആപ്ലിക്കേഷൻസ് കാണാം. ഇത് ആംബിയൻ ലൈറ്റ്സ്, അതേപോലെ എന്ത് ഓട്ടോ പാർക്ക്, ക്ലൈമറ്റ്, ഡ്രൈവർ അസിസ്റ്റൻസ്, അങ്ങനെ ഒരുപാട് ഫങ്ഷൻസ് ഉണ്ട് കേട്ടോ. പക്ഷേ ഈ ഫങ്ഷൻസ് ഒന്നും അതായത് നമുക്ക് എത്രത്തോളം നമ്മൾ യൂസ് ചെയ്യുന്നുള്ളത് അതിൻ്റെ ഫോണാണ്. അപ്പോൾ ഇതിലൊരു ആംബിയൻസ് ലൈറ്റ്, ഇതൊക്കെ ഞാൻ പറഞ്ഞത് അതൊക്കെ എല്ലാം ഫാൻസിയാണ്, വേറെ ഒന്നുമില്ല. സെക്യൂർ 360 ക്യാമറ, ഈവൻ 360 ക്യാമറയ്ക്ക് ആ ക്വാളിറ്റി എനിക്ക് അത്ര കണ്ട് നല്ലതായിട്ട് തോന്നിയില്ല കേട്ടോ. റെയിനി മഴ സമയത്തും ഇരുട്ടിലൊക്കെ ഈ ക്യാമറ അത്ര സഫിസ്റ്റിക്കേറ്റഡ് ആയിട്ട് തോന്നിയില്ല. ഈ മീഡിയ എൻ്റർടൈൻമെൻറ്റിൽ ഇതിലൊരു ഗ്രൂവ് മീ പറഞ്ഞൊരു ഫംഗ്ഷൻ ഉണ്ട്. ഇത് നമ്മൾ വണ്ടിയുടെ നമുക്ക് മ്യൂസിക്കൊക്കെ വെച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മുടെ ലൈറ്റ്സുകളെല്ലാം അതിൻ്റെ ബാക്ക്ഗ്രൗണ്ടിൻ്റെ അടിസ്ഥാനത്തിൽ ഡാൻസ് ചെയ്യാന്ന് പറയും, അല്ലെങ്കിൽ അതിനോടൊപ്പം ചേർന്നുകൊണ്ട് ഒരു പാർട്ടി മൂഡ് ഉണ്ടാക്കാൻ സാധിക്കും. പിന്നെ ഫൺ വർക്ക് ഉണ്ട്, ആപ്പിൾ കാർപ്ലേ ഉണ്ട്, മീഡിയ, സെൽഫി, അങ്ങനെയുള്ള അതായത് ഫാൻസി എല്ലാം ഒരുപാടുണ്ട്. ഇതിൽ ഏറ്റവും കൂടുതൽ എനിക്ക് ഇതിൻ്റെ അഡാസ് ഫീച്ചേഴ്സാണ് വളരെ ഇഷ്ടപ്പെട്ട. ഒരുപാട് ഡ്രൈവർ സപ്പോർട്ടിങ് ആയിട്ടുള്ള അഡാസ് ഫീച്ചേഴ്സ് ഉണ്ട് വണ്ടിയിൽ. പിന്നെ അതായത് ഇതിൽ ഓട്ടോ കാർ പാർക്കിങ്, അതൊരു വളരെ രസമായിട്ടുള്ള. പക്ഷേ ഇതിൻ്റെ ഇനിയും വരാനിരിക്കുന്ന അതായത് ഇതിൻ്റെ ഇൻ്റർനെറ്റ്, ഇതിൻ്റെ ഒരു വർഷത്തെ ഇൻ്റർനെറ്റ് എനിക്ക് തോന്നുന്നുള്ളൂ ഫ്രീ. ഇതിൻ്റെ അപ്ലിക്കേഷൻ ഡീറ്റെയിൽസ് അതൊന്നും ഇതുവരെയായിട്ട് മഹീന്ദ്ര പുറത്തു വിട്ടിട്ടില്ല നമുക്ക്. അതായത് റിക്കറിങ് കോസ്റ്റ് നമുക്ക് അടുത്തൊരു കുറച്ച് കാലത്തേക്ക് എന്ത് കോസ്റ്റ് വരുന്നു നമുക്ക് ഇനിയും അറിയില്ല. അപ്പോൾ ഇതൊക്കെയാണ് ഏകദേശം വണ്ടിയുടെ ഉൾഭാഗവും കാര്യങ്ങളൊക്കെ. ആംബിയൻസ് ലൈറ്റ്, അങ്ങനെ ഒരുപാട് ഫാൻസി ടെക്നോളജിക്കൽ ഐറ്റംസ് ഒരുപാടുണ്ട്. അതിൽ കൂടാതെ വളരെയധികം നമുക്ക് ഈ ഒരു എമൗണ്ടിൽ ഒരുപാട് ടെക്നോളജി മൈൻഡ് തന്നുണ്ട്. അത് എടുത്തു പറയേണ്ട ഒരു സംഭവമാണ്.